ഓ സീൻ, ലാസ്റ്റ് സീൻ. ഓ സീൻ തുമ്മച്ചാലേ. ഹായ്, ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞാൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇപ്പം ഹോളിവുഡില് ഒരു 100 പടം ഇറങ്ങുവാണെങ്കിൽ ഇന്ത്യയില് ഒരു 400 പടം ഇറങ്ങും. അത്രയും വലുതാണ് നമ്മുടെ മൂവി ഗോയിങ് ഓഡിയൻസ് തന്നെ. ഇത്രയും സിനിമകൾ ഇറക്കുമ്പോൾ ചില സിനിമകളൊക്കെ വൻ വെറൈറ്റി ആയിരിക്കും. ഇന്ത്യൻ സിനിമയുടെ പിന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനകത്തും പാട്ട്, സ്റ്റണ്ട്, ലവ് സീൻ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഈ സംഭവം ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. തിയേറ്ററിൽ ഹിറ്റ് ആണെങ്കിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് കമ്പോണന്റ് ഉണ്ട്, അതാണ് സിനിമയിലെ ആക്ഷൻ. ഇന്ന് നമ്മള് ഇന്ത്യൻ സിനിമയിലെ ചില ആക്ഷൻ സീക്വൻസ് ആണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ഇൻകോഗ്നിറ്റോ. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ദ ഫണ്ണിയസ്റ്റ് ഇന്ത്യൻ ആക്ഷൻ മൂവീസ് കമ്പലേഷൻ ആണ്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്തത്. ലെറ്റ്സ് വാച്ച്. ഓ സീൻ. ഇത് ഇന്ത്യൻ സിനിമയാണോ? ഓ സീൻ. അത് ഇത്തിരി കൂടി പോയി. ഒന്നാമത്തെ കാര്യം, അത് ഇന്ത്യൻ സിനിമയല്ല. എന്താണ് ഈ വെടിവെക്കാനാണെങ്കിൽ നേരെ വെടിവെച്ചാൽ പോരെ, എന്തിനാ വേറൊരു തോക്കിനിട്ട് വെടിവെച്ചിട്ട് ഉണ്ട കളയുന്നത്? എന്താണെങ്കിലും ആരെ തന്നെ വെടിവെക്കാൻ ഉദ്ദേശിക്കുന്നു. പക്ഷെ കൊള്ളാം, ഇന്ത്യൻ സിനിമയാന്ന് ആർക്കും സംശയം തോന്നാം. തുമ്മച്ചാലേ. അത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ചിരഞ്ജീവിയുടെ സ്റ്റണ്ട്. അത് തന്നെ ആമിർ ഖാൻ ധൂം 3 റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും വിറ്റ. അതിങ്ങനെ പക്ഷെ തല ഇങ്ങനെ കുനിക്കും ലോറിയുടെ വീല് കയറാതിരിക്കാൻ വേണ്ടി. അടുത്ത് നോക്കാം. ഓ സീൻ. പുന്നാരപേടമാനേ. ഓ, ഈ സിനിമ ഒരു സിനിമ തന്നെ. ഇത് സ്ഥിരം മറ്റേ മഴവിൽ മനോരമയ്ക്കകത്ത് വരുമായിരുന്നു. മനുഷ്യൻ എനിക്ക് ചത്തു പോകത്തിന്നേ ഉള്ളു. ഓ, അതും ചെറിയ സീനായി പോയി. ആ സീൻ മറ്റേ സിനിമയുടെ ക്ലൈമാക്സ് ആണ്. മണ്ടാര സിനിമയുടെ പേരും മറന്നുപോയല്ലോ. ഇല്ല എടേ, നിങ്ങൾക്കറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഫിസിക്സ് ഭഗവാനെയും മാത്സ് ഭഗവാനെയും ഒരു ഭഗവാന്മാരെയും കണക്കിലെടുത്തിട്ടില്ല. ഒരു ജിപ്സി ആണെങ്കിൽ ഒരു കല്ലുമേ തട്ടി തെറിച്ച് പോയി ഹെലികോപ്റ്ററിനകത്ത് ഇടിച്ച് രണ്ടും കൂടെ തീ പിടിച്ചാണ് നമ്മൾ കണ്ടത്. പിന്നെ ഒരു ആന്തല് വേറൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ സമ്മതിക്കണം. അയ്യോ, അടുത്ത് നോക്കാം എന്താ സംഭവിച്ചേ. വണ്ടിയാണെങ്കിൽ അതിസ്പീഡില് അവനെ ഇടിക്കാൻ വരുന്നു. ഇവൻ തോക്കെടുത്തി കൊണ്ടി ഒറ്റ ബുള്ളറ്റ് ടയറിനിട്ട് വെടിവെക്കുന്നു. ആ ഒറ്റ ബുള്ളറ്റ് ആ ടയറിൽ കൊണ്ടപ്പം വണ്ടി കൺട്രോള് തെറ്റി മറിയുന്നതിൻ്റെ ഇടയ്ക്ക് സൂമിങ് ഷോട്ട്. സൂമിനെ മറിഞ്ഞ് അവന്റെ തലയുടെ മുകളിൽ കൂടെ പോകുമ്പം വില്ലനെ മുകളിലുള്ള വണ്ടിയുടെ ഡ്രൈവർ സീറ്റിൽ നിന്ന് പിടിച്ച് താഴെ ഇടുന്നു. വണ്ടർഫുൾ. ഇതൊക്കെ ഈ രോഹിത് ഷെട്ടിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, കാരണം അത്രയ്ക്കും പൊളിയാ. അടുത്ത് നോക്കാം. ക്രിസ്ത്രിയാണോ? Looks like something's really wrong.
ഇന്ത്യയുടെ സ്വന്തം സൂപ്പർ ഹീറോ. അതെ, എല്ലാരും സ്തംഭിച്ച് നിൽക്കുക. അതെ അതെ, ക്രിഷ് എന്ന് പറഞ്ഞ ഫിലിം സീരീസ് തന്നെ ഇന്ത്യൻ സൂപ്പർ ഹീറോ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുവന്നതാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, പിന്നെ അവര് ക്രിഷ് സിനിമകളൊന്നും ഇറക്കിയില്ല. ക്രിഷ് 3 ഒക്കെ നന്നായിട്ട് പൈസ വാരിയ സിനിമകളാണ്, എന്നിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നില്ല. എന്ത് പറ്റിയോ? പിന്നെ ഹൃത്തിക് റോഷന്റെ ഡേറ്റ് ഇല്ലായിരിക്കും. മറ്റേ ഹൃത്തിക് റോഷന്റെ അപ്പം തന്നെ എന്റെ ഡയറക്ടറും രാകേഷ് റോഷൻ. ഇത് കാണുമ്പോൾ എനിക്ക് വല്ലാണ്ട് സ്പൈഡർമാൻ ഓർമ്മ വരും. മറ്റേ അവനിങ്ങനെ വെബൊക്കെ വിട്ട് ഇങ്ങനെ ട്രെയിൻ നിർത്തുന്നില്ല. ഇപ്പം രാകേഷ് റോഷൻ ഓർത്തു ഇതെങ്ങനെ വേറെ ലെവലാക്കി നമുക്ക് ബോളിവുഡിലോട്ട് കൊണ്ടുവരാന്ന്. അപ്പം നമുക്ക് പ്ലെയിൻ ഇങ്ങനെ ലാൻഡ് ചെയ്യിക്കാന്ന് പറഞ്ഞു. അടുത്ത നോക്കാം. എന്തിന് സീൻ, ലാസ്റ്റ് സീൻ. മുഞ്ചി. ഇന്ത്യൻ സിനിമകളിലെ ആക്ഷനും VFXും എല്ലാം സംസാരിക്കുമ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ശങ്കറിന്റെ സിനിമകളാണ്. അതായത് ഇപ്പം ഇറക്കി, അത് കഴിഞ്ഞ് പിന്നെ റോബോട്ട് എന്തിരൻ എന്ന് പറഞ്ഞ സിനിമ ഇറക്കി. അതിനകത്തുള്ള ഈ വിഷ്വൽ എഫക്ട്സ് ഹോളിവുഡിന്റെ അത്രയൊന്നും പോയില്ലെങ്കിലും ഏകദേശം അതേ ലെവലിൽ തന്നെ നിൽക്കും. ശങ്കർ സിനിമകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര VFX ഹെവിയാണ്. അതായത് ഇപ്പം പല പല ഹോളിവുഡ് സിനിമകളുടെ VFX ചെയ്യുന്ന സ്റ്റുഡിയോസും ശങ്കറിന്റെ പടം ചെയ്യുന്ന സ്റ്റുഡിയോസും എല്ലാം സെയിം തന്നെയാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ വലിയൊരു VFX സ്റ്റുഡിയോയുടെ മാർക്കറ്റാണ്. ഇതാണെങ്കിൽ കൊള്ളാം, എടുത്ത് നോക്കാം. സീൻ. അത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല. അതായത് സൈക്കിളിൽ മച്ചാൻ വരുന്നു, പിന്നെ ഒറ്റ ചാട്ടത്തിൽ ഫുള്ള് വണ്ടിയൊക്കെ ഇടിച്ച് പറന്ന് നടക്കുക. വണ്ടിയൊക്കെ ഇടിച്ച് ഇങ്ങനെ പറന്ന് നടക്കുന്നതിന്റെ ഇടയ്ക്ക് മച്ചാന്റെ ഡാൻസ് പൊളിച്ച്. ഇതൊക്കെ ഇന്ത്യൻ സിനിമയിൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. വേറെ ആര് കണ്ടാലും അവർ പോകും. പക്ഷെ ഇന്ത്യക്കാരും പോകും കേട്ടപ്പോ ഒത്തിരി അങ്ങേറ്റത്തെ VFX ആക്കുക. സോ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ഷൻ സീക്വൻസ് താഴെ കമന്റ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്ത് ഫ്രണ്ട്സിനോടും ഫാമിലിയോടും പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടെ ഞെക്കിക്കുക. So guys, that's it for today. Have a great day. Bye.